കാസർഗോഡ് പിലിക്കോട് ശ്രീ രായരമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നാലമ്പല പ്രവേശനം. ക്ഷേത്ര അനുബന്ധ ചടങ്ങുകളിൽ ചില വിഭാഗങ്ങൾക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന നാലമ്പലത്തിലാണ് മാറ്റങ്ങൾക്ക് തുടക്കമായത്. നാലമ്പല പ്രവേശനത്തിന് വർഷങ്ങൾക്ക് മുൻപ് ശ്രമങ്ങൾ നടന്നിരുന്നെങ്കിലും എതിർപ്പിനെ തുടർന്ന് സാധിച്ചിരുന്നില്ല. അർച്ചന രവീന്ദ്രയുടെ റിപ്പോർട്ട്. സുജിയ, ഇന്ന് രാവിലെയോടുകൂടിയാണ് 16 പേരടങ്ങുന്ന സംഘം നാലമ്പലത്തിലേക്ക് പ്രവേശിച്ചത്. കാലങ്ങളായി തുടർന്നു പോകുന്ന ഒരു ആചാരമായിരുന്നു. അതായത് മറ്റ് ജനറൽ വിഭാഗത്തിൽപ്പെട്ട കാറ്റഗറികൾക്ക് മാത്രമേ ആ നാലമ്പലത്തിലേക്ക് കയറാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി ആ ആചാരം ലംഘിച്ചുകൊണ്ടാണ് 16 പേരടങ്ങുന്ന സംഘം അമ്പലത്തിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മുടെ കൂടെ ഇപ്പം ജനകീയ കമ്മിറ്റിയിലുള്ള ആളുകൾ തന്നെ നമ്മുടെ കൂടെ ചേരുന്നു. ചേട്ടാ, ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാനുണ്ടായ ആ ഒരു കാരണം എന്തായിരുന്നു? നമ്മൾ എത്രയോ വർഷമായി നാട്ടിന് പുറത്തുള്ള ആൾക്കാർ ഈ മതിലിന് ഉള്ളിൽ കയറുകയും നാലമ്പലത്തിന് പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ പ്രസാദം വാങ്ങിക്കുകയും ചെയ്യുന്നൊരവസ്ഥയായിരുന്നു. ഈ സാഹചര്യത്തിൽ അമ്പലം പൂർണ്ണമായും ഒളിച്ച ശേഷം പുതിയ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഈ അമ്പലം വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കുകയും അത് നാട്ടുകാരുടെയും ഒക്കെ സംഭാവന എടുത്തുകൊണ്ട് അവരുടെ എല്ലാം സഹായത്തോടു കൂടിയാണ് ഈ ക്ഷേത്ര നിർമ്മാണം നടന്നിട്ടുള്ളത്. അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഈ നാലമ്പലത്തിനകത്തേക്ക് കയറണം എന്നുള്ള കയറി എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ നാലമ്പലത്തിലേക്ക് ഇവിടെയുള്ള ഈ പൂർവാചാരം മാറ്റിയെടുക്കണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ തന്നെയാണ് നമ്മൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഈ തന്ത്രിയോട് നേരത്തെ തന്നെ അനുവാദം വാങ്ങിച്ചിരുന്നോ, അല്ലെങ്കിൽ തന്ത്രി നേരത്തെ തന്നെ നിലപാട് വ്യക്തമാണ്? തന്ത്രി കണ്ട സമയത്തേക്ക് അവിടെ നിത്യനിദാനം, അതായത് പുനഃപ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിത്യനിദാനം നിശ്ചയിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ സമയത്ത് നിങ്ങൾ വന്ന് പറയൂ, അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയാമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിനകത്തേക്ക് നിത്യനിദാനം നിശ്ചയിക്കുന്ന ഈ പുനഃപ്രതിഷ്ഠയുടെ ചടങ്ങിനകത്ത് നമ്മൾ ചെല്ലുകയും അവിടെ വെച്ച് വീണ്ടും ഈ അഭിപ്രായം പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുകയും ചെയ്യുകയാണ് ഉണ്ടായത്. പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വെച്ചിട്ട് തന്ത്രി പറഞ്ഞത് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് കയറാം, നിങ്ങളോട് കയറാതിരിക്കണമെന്നോ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് കയറാം എന്നുള്ള രീതിയിലാണ് തന്ത്രിയുടെ ഒരു പൊതു നിലപാടായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിന് എതിരായിട്ട് പറയുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതുകൊണ്ട് തന്ത്രിക്ക് ഒരു പൂർണ്ണ സമ്മതം തരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയാസം തന്ത്രിയെ സംബന്ധിച്ചുള്ളൂ. നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഈ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ഏകദേശം ഒരു മാസത്തോളം വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഈ പൂരോത്സവം കഴിഞ്ഞ 10-ാം തീയതി കഴിഞ്ഞു. ആ പൂരോത്സവം കഴിഞ്ഞതിന് ശേഷം ഈ വരുന്ന ഞായറാഴ്ച എന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാർ കയറുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിനകത്തേക്ക് കയറി ചെല്ലുകയാണ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ കയറാൻ തന്നെയാണ് തീരുമാനം. അതെ. എന്തായാലും സുജി, അത് തന്നെയാണ്, വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ കയറ്റാൻ അല്ലെങ്കിൽ അവർ കയറാൻ തന്നെയാണ് തീരുമാനം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിലനിന്ന് പോകുന്ന ഒരു ആചാരമായിരുന്നു ഇതിൽ ജനറൽ കാറ്റഗറിയിൽ മാത്രം ആളുകൾ പോകുന്നത്. നാലമ്പലത്തിലേക്ക് കയറുന്ന ഒരു പ്രവേശനം ഉണ്ടായിരുന്ന ഒരു ചടങ്ങ്. പക്ഷേ ഇന്ന് ആ ആചാരങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് പുതിയ ആളുകൾ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.